അതിരൂക്ഷമായിട്ടുള്ള പാചകവാതക പ്രതിസന്ധിയിലേക്ക് കേരളവും അങ്ങനെ നീങ്ങുകയാണ്. വാണിജ്യ സിലിണ്ടറുകൾ വരുത്തിയ ആഘാതം വീട്ടകങ്ങളിലേക്കും പടരുകയാണ്. നഗരപ്രദേശങ്ങളിലടക്കം 100-ലേറെ ഹോട്ടലുകളാണ് അടച്ചുപൂട്ടപ്പെട്ടത്. വീടുകളിലെ പാചകം ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. വാതകം അങ്ങനെ കരിനിഴൽ വീഴ്ത്തുമ്പോൾ വിറക് അടുപ്പെന്ന നൊസ്റ്റാൾജിയെ പൊടിതട്ടിയെടുക്കുന്നുണ്ട് പലരും. അത് എത്ര നാൾ അതിന് പരുപ്പപ്പെട്ട കാലവും സമയവുമാണോ നമുക്കുള്ളത് എന്ന പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ക്ഷാമം സർവ്വതല സ്പർശിയെന്ന് കൂടി മറന്നു പോകരുത് ആരും. ഹോട്ടലുകൾ പ്രവർത്തന സമയം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. വിഭവങ്ങളുടെ എണ്ണം കുറച്ചു. തത്സമയ ഭക്ഷണ രീതിയൊക്കെ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. ആശുപത്രികളിലെയും ഹോസ്റ്റലുകളിലെയും ഒക്കെ തന്നെ പ്രതിസന്ധി വരാനിരിക്കുന്നതേയുള്ളൂ. LPG ആശ്രയിക്കുന്ന ഓട്ടോറിക്ഷകൾ പലതും ഓട്ടം നിർത്തിയിട്ടുണ്ട്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടൽ ആശ്വാസമാകുമോ? അതല്ല, കേന്ദ്രമന്ത്രി പറയുന്നത് പോലെ തന്നെ പരിഭ്രാന്തി സൃഷ്ടിക്കൽ മാത്രമാണോ നടക്കുന്നത്? ഇടുത്തി പോലെ പതിച്ച പാതകം, അതാണ് ഇന്നത്തെ പ്രൈം സ്റ്റോറി. ഹോട്ടലിൽ മാത്രം ഈ കഷ്ടകാലം ഒതുങ്ങുമെന്ന് കരുതിയെങ്കിൽ തെറ്റാണ്. വീടുകളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഭീതി പടരുന്നു. ബുക്ക് ചെയ്തവർക്ക് കാത്തിരിപ്പും കണക്ഷൻ കട്ടും മാത്രമാണ് മറുപടി. പോക്ക് പോയാൽ ചിലപ്പോൾ ഹോട്ടൽ അടച്ചിടേണ്ടി വരും. വേറെ ഇവിടെ വിറവെടുപ്പൊന്നും ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള ഇതില്ല. 3 നേരം പുറത്തുനിന്ന് കഴിക്കുന്നവരാണ്. കുട്ടിയില്ലെങ്കിൽ അറിയില്ല, തിരിച്ചു വീട്ടിൽ പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ നാച്ചുറലോട്ട് പോകുന്നതാണെന്ന്. പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു വക കഴിക്കാൻ കിട്ടുന്നില്ല. ഈ വരുമാനം ഇല്ലെങ്കിൽ ജീവനക്കാർ എന്ത് ചെയ്യും? അതാണ് പ്രധാനം ആലോചിക്കുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കാൻ തന്നെ. അപ്പോ ഇപ്പൊ തുറന്നിട്ടില്ല, ഫുഡില്ല. അപ്പൊ ഈ പരിസരത്താണെങ്കിലും മിക്ക കടകൾ അടച്ചിട്ടേക്കാണ്. ഇത്തിരി തട്ടുകളിലാണ് മെയിനായിട്ട് അടച്ചിട്ടേക്കണത്. തുടങ്ങിയിട്ട് 1 മാസമായുള്ള 1 മാസത്തിൽ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പോലും ഒരു നിവർത്തിയില്ലാത്തൊരവസ്ഥയിലോട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കുറച്ച് അരിയിട്ട് വച്ചിരിക്കുന്നത്. തുറക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. കുറേ വിറകിലാണ് ചെയ്യുന്നത്. കൂടുതൽ വർക്ക് ഇപ്പം 2 സിലിണ്ടർ ഒരു ദിവസത്തേക്ക് ഏകദേശം എനിക്ക് വരുന്നുണ്ട്. ഈ വിറകടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നിർത്തി. റംസാൻ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഈ നൈസ്പത്രി പോലെയുള്ള പലഹാരങ്ങളൊക്കെ ഇനി നാളെ മുതൽ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കടകൾ പൂട്ടേണ്ട അവസ്ഥയ്ക്കാണ് പോകുന്നത്. മീനൊക്കെ വളരെ വെട്ടി കുറച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. പണിക്കാരെ ഇപ്പോൾ ഒരു അറിയിപ്പ് വരികയാണ്. പാചകവാതക ക്ഷാമമില്ല എന്ന പോലീസിന്റെ അനൗൺസ്മെന്റ്. UP-യിലെ കാൺപൂരിൽ LPG വാങ്ങാൻ ക്യൂവിൽ നിന്നവരോടാണ് പോലീസിന്റെ ഈ അറിയിപ്പ് വരുന്നത്. നാളെ ലോറി പോയി ഗ്യാസ് കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. सिलेंडर की कोई कमी नहीं है. सिलेंडर सबको मिलेगा. जैसे पहले मिलता था सिलेंडर वैसे ही मिलेगा. कल चुन्नीगंज में सुबह एक गाड़ी यहाँ से जाएगी. उधर के लोग वहीं से अपना सिलेंडर प्राप्त करेंगे और जो जिनको यहाँ पर मिलता था वो यहाँ आकर प्राप्त करेंगे. सिलेंडर की कोई कमी नहीं है. सिलेंडर पहले जैसे मिलता था वैसे अब भी मिलेगा. अफवाहों से सावधान रहे, अफवाहों पर ध्यान न दें. सिलेंडर की कोई कमी नहीं है. आज जिसको नहीं मिल पाएगा सिलेंडर कल सुबह आएगा. जिसको यहाँ मिलता है यहाँ आकर लेगा. जो चुन्नीगंज से लेता था वो. യുദ്ധം തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്തുകൊണ്ട് മുൻകൂട്ടി കാണാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല? ബംഗളൂരുവിലടക്കം തുടക്കത്തിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടിയിട്ടും എന്തുകൊണ്ട് പരിഹാരമുണ്ടായില്ല? ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം വിഷയം പാർലമെന്റിലേക്ക് എത്തിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ ആശങ്ക മാത്രമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി പറയുന്നത്. ക്ഷാമം കൊണ്ടല്ല ഇപ്പോഴത്തെ പ്രതിസന്ധിയെന്നും റെസ്റ്റോറന്റുകൾക്ക് ബദൽ മാർഗങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ്? കേന്ദ്രം ജനങ്ങളെ പരീക്ഷിക്കുകയാണോ? ബാക്കിയുള്ള ഇന്ധനങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് LPGക്ക് മാത്രം ക്ഷാമം? വ്യക്തമായ ഉത്തരമില്ലാതെ പെട്രോളിയം മന്ത്രി വാക്കുകളിലേക്ക്. India's crude supply position is secure and volumes secured exceed what the Hormuz would have delivered. Before the crisis, approximately 45% of India's crude imports transited through the Hormuz route. Thanks to the Honorable Prime Minister's outstanding diplomatic outreach and goodwill, India has secured crude volumes that exceed what the disrupted Strait of Hormuz could have delivered in the same period. Non-Hormuz sourcing has risen to approximately 70% of crude imports, up from 55% before the conflict began. എന്തുകൊണ്ട് ഇത്രയധികം പ്രതിസന്ധി വന്നിട്ടും ബദൽ മാർഗം ഒരുക്കാൻ സർക്കാർ കാലതാമസം വരുത്തിയെന്ന ന്യായമായ ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. The pain has just started. Restaurants are closing. There's widespread panic about LPG. We have a gentleman sitting here who is the oil minister. He himself has said that he is a friend of Mr. Epstein. Sir, I'm talking
talking about oil security, sir. Sir, I'm talking about oil national. I'm talking about economic security, sir. Sir, here I have a document which shows that his daughter has received money from George Soros. രാജ്യം അങ്ങനെ ഉറ്റുനോക്കുകയാണ്. എന്ത് ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും, എന്ത് മറുപടിയാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ നടപടികളായി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോഴത്തെ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ, പെട്രോളിയം മന്ത്രാലയം, പെട്രോളിയം മന്ത്രി ഉൾക്കൊള്ളുന്നുണ്ടോ? എന്താണ് അദ്ദേഹം ഇന്ന് പാർലമെന്റിൽ നൽകിയ ഉറപ്പുകൾ, വാക്കുകൾ എന്തായിരുന്നു? പ്രതീക്ഷ, പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെക്കുന്നത് പരിഭ്രാന്തി വേണ്ട എന്നുള്ളതാണ്. അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മണ്ണെണ്ണയുടെയും വ്യോമയാന ഇന്ധനത്തിൻ്റെയും കാര്യത്തിൽ രാജ്യം സുരക്ഷിതമാണ് എന്നുള്ളതാണ് പെട്രോളിയം മന്ത്രി ഇന്ന് ലോക്സഭയെ അറിയിച്ചത്. LPGയുടെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉള്ളത് ഗാർഹിക സിലിണ്ടറിന് മേൽ ഉണ്ടാകുന്നില്ല. അതേസമയം വാണിജ്യ സിലിണ്ടറിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അതുതന്നെ ഇന്ന് രാത്രി കൂടുതൽ വാണിജ്യ സിലിണ്ടറുകൾ അതാത് ഗ്യാസ് ഏജൻസികൾക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പറയുന്നത് LPG ഉൽപ്പാദനം 28% വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 40% മാത്രമായിരുന്നു ആഭ്യന്തര ഉൽപ്പാദനം, 60% ഇറക്കുമതിയായിരുന്നു. അതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വാതകത്തിൻ്റെ വരവ് കുറയുന്നൊരു പശ്ചാത്തലമുണ്ടായി. പക്ഷേ ഇപ്പോൾ ഇറക്കുമതി അമേരിക്ക, കാനഡ, നോർവേ, അൾജീരിയ, റഷ്യ തുടങ്ങിയ 5 രാഷ്ട്രങ്ങളിൽ നിന്ന് കൂടുതൽ ഇപ്പോൾ വാതകം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കപ്പൽ ഇന്ന് മുംബൈയിൽ എത്തിയിട്ടുണ്ട്. 2 കൂടി വരുന്ന വഴിയിലാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതായത് ഈ വലിയ തോതിലുള്ള ക്ഷാമമുണ്ട് എന്നുള്ളൊരു പ്രചരണം ശരിയല്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ആഭ്യന്തര അല്ലെങ്കിൽ ഗാർഹിക സിലിണ്ടറുകൾ ആവശ്യത്തിനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പാനിക് ബൈയിങ് അല്ലെങ്കിൽ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ബുക്കിംഗ് നടത്തരുത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ അഭ്യർത്ഥന ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേസമയം ബദൽ മാർഗങ്ങളും സർക്കാർ തന്നെ നേരിട്ട് നടപ്പാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിന് ശേഷം ഇപ്പോൾ മണ്ണെണ്ണ കൂടുതലായി എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 48,000 ലിറ്റർ മണ്ണെണ്ണ, ലക്ഷം ലിറ്റർ മണ്ണെണ്ണ അധികം നൽകാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 48,000 കിലോ ലിറ്റർ മണ്ണെണ്ണ അധികം നൽകാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. 28 കപ്പലുകളാണ് പേർഷ്യൻ ഗൾഫിലുള്ളത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ മറ്റൊരു കണക്ക്. ഏകദേശം 788 ഇന്ത്യൻ നാവികർ അല്ലെങ്കിൽ കപ്പൽ ജീവനക്കാർ ഈ കപ്പലുകളിലായി കുടുങ്ങി കിടക്കുന്നു. ഇവരുടെ സുരക്ഷിതത്വം കൂടി ഞങ്ങളിപ്പോൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഏതായാലും LPGയുടെ കാര്യത്തിൽ, പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ പരിഭ്രാന്തി വേണ്ട എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ശരി, കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഇന്ന് അറിയിച്ച വിവരങ്ങൾ, അതിന്റെ വിശദാംശങ്ങളാണ് പി ബസന്ത് ഡൽഹിയിൽ നൽകിയത്. പ്രതിസന്ധി ആരും ഉണ്ടാക്കി പറയുന്നതല്ല, ഊതി വീർപ്പിക്കുന്നതുമല്ല. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളൊക്കെ തന്നെ ആധിയിലാണ്. മകളുടെ വിവാഹത്തലേന്ന് LPG സിലിണ്ടറിനായി ക്യൂ നിൽക്കുകയാണ് ഒരു പിതാവ്. ഉത്തർപ്രദേശിലെ അമേഠിയിലാണ് രവീന്ദ്രനാഥ് തിവാരിക്ക് ഈ അവസ്ഥ നേരിടേണ്ടി വന്നത്. രാജ്യത്തെ വിവിധയിടങ്ങളിൽ LPG സിലിണ്ടർ ലഭിക്കാൻ ഗ്യാസ് ഏജൻസികൾക്ക് മുൻപിൽ ആളുകളും ക്യൂ ആണ്. ആ കാഴ്ചകളിലേക്ക്. सिलेंडर नहीं मिल रहा है। कल हमारे यहाँ शादी है, हलवाई आकर के घर पे बैठा हुआ है, लेकिन सिलेंडर नहीं मिल रहा है। 2 दिन से पर्ची कटाने में लग गया 2 दिन तो हमको, और आज पूरा दिन 7 बजे से लेकर के अभी तक खाए पे सिलेंडर के लिए लाइन लगा कर बैठा हूँ। अभी पता चल रहा है कि सिलेंडर अब गाड़ी नहीं आएगी। अब क्या करेगा? अब फिर लाइन लगी रहेगी। सब सुबह का इंतजार है, वो बोल रहे हैं कि रात भर लाइन लगाए। हाँ, रात भर लाइन लगाए रहेंगे. യുപിയിലെ ബസ്തിയിൽ സിലിണ്ടറുകൾ കൈക്കലാക്കി ഓടുന്ന നാട്ടുകാരുടെ വീഡിയോയും വൈറലായി. പരിതാപകരമാണ് അത്തരം കാഴ്ചകൾ. ഏത് പ്രതിസന്ധിക്കിടയിലും പരിഹാരം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിലും വലിയ മഹാമാരി കാലത്തെയും മറികടന്ന് എത്തിയവരാണ് നമ്മളൊക്കെയും. അതെ, നമുക്കുണ്ട് കേരള മോഡൽ, നമുക്കുണ്ട് ബി പ്ലാൻ. ചുരുങ്ങിയ ചെലവിൽ ഉപയോഗിക്കാനാകുന്ന അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിലേക്ക് മാറാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരികൾ. അതിലേക്ക് കൂടി. LPG പ്രതിസന്ധി സംസ്ഥാനത്തെ ഹോട്ടൽ മേഖലയെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. നമ്മൾ 2 ദിവസമായി അത് ചർച്ച ചെയ്യുകയാണ്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലാണ്. പക്ഷേ അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല ഹോട്ടൽ ഉടമകൾ, പ്രത്യേകിച്ചും കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരികൾ. ഈ മേഖലയിൽ വളരെ പ്രശസ്തരായ പാരഗൺ ഹോട്ടൽ ഉടമ
സുമേഷ് ഏട്ടൻ നമ്മോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ റഹ്മത്തൽ ഹോട്ടൽ ഉടമ സുഹൈൽ കെയുമുണ്ട്. സുഹൈൽക്ക് ഒരു പരീക്ഷണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സുഹൈൽക്ക് ആ പരീക്ഷണം? വിറക് ഉപയോഗിച്ചുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ നല്ല ഫ്ലെയിമോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടുപ്പ് എന്നുള്ള രീതിയിൽ ഇത് ഞങ്ങളൊന്ന് ചെറുതൊന്ന് വാങ്ങിച്ചു നോക്കിയിരുന്നു. പക്ഷെ അത് ഓക്കെയാണ്. പക്ഷെ ഞങ്ങളത്തെ ഹെവി കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിനെ ഞങ്ങളതായിട്ട് രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ഇത് എൻ്റെ സ്റ്റാഫുകളെ വെച്ചിട്ട് തന്നെ ഞാനിത് ഉണ്ടാക്കുകയും ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണ്. ഇത് പരീക്ഷണം വിജയിക്കണം. ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. പക്ഷെ ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവുക? ഇതിലൊരു ഫാന് വരും. അതുപോലെ തന്നെ കുറച്ച് വിറകെ ആവശ്യമുള്ളൂ. ഈ ഫാൻ വെച്ചിട്ടാണ് ഇതിന്റെ വർക്കിംഗ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ ഗ്യാസിലെ അടുപ്പ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്ന മാതിരി തന്നെ ഇതിന്റെ ഫ്ലെയിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൺട്രോളർ വെച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ പുക ഉണ്ടാവില്ല. ഞാനവിടെ ഇങ്ങനെ തരത്തിരിക്കുക. അപ്പം എന്താ ചെയ്യേണ്ടത് വിചാരിച്ചിങ്ങനെ ആകെ ഇതാക്കി ഇരിക്കുമ്പോഴാണ് സുഹൈൽ ഭായിൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ആവേശമായിരുന്നു. പരിപാടി ഉണ്ട്, നിങ്ങളിവിടെ വരിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കാണാൻ വേണ്ടി വിളിച്ചതാണ്. ഭയങ്കര എനിക്കൊരു എൻകറേജ്മെൻ്റായി തോന്നി. കാരണം എന്താ വെച്ചാൽ അത് കണ്ടില്ല നിങ്ങൾ, ഇതിൻ്റെ ഉള്ളിൽ ഫയർ ബ്രിക്കാണ് അദ്ദേഹം നിറയ്ക്കുന്നത്. ഇത് മുപ്പരുള്ള ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ സാധാരണ മറ്റേതിന് ഹൈറ്റ് ഇല്ല. അപ്പോൾ ഇത് ഹൈറ്റായിട്ട് ഈവൻ എന്ത് കുക്കിങ്ങും ഒരു ഗ്യാസിൽ ചെയ്യുന്ന മാതിരി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബിരിയാണി മുതൽ എന്ത് വേണമെങ്കിലും ഒരു പരിധി വരെ അറ്റ്ലീസ്റ്റ് ഒരു 50% സക്സസ്ഫുൾ ആയിട്ട് മൂപ്പർ ഈ പരീക്ഷണത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ പണ്ട് അവിടെ റഹ്മത്ത് പോകുമ്പോൾ അവരെ പ്രോട്ടോക്കൽ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മറ്റേ വിറകിൻ്റെ ഒരു നല്ല സിസ്റ്റമാണ്. മൂപ്പരെ ഫാദർ കാലം മുതൽ ഇവോൾവ് ചെയ്ത് വന്നൊരു സിസ്റ്റമാണ് അത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഇപ്പം മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന വേൾഡിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല എന്നുള്ളതാണ്. പാചകവാതക പ്രതിസന്ധി എല്ലാ മേഖലകളെയും ബാധിക്കും. അതായത് സർവ്വതല സ്പർശിയെന്ന സാരം. ഹോട്ടലുകളിൽ പ്രതിസന്ധി തുടങ്ങുകയും പ്രവർത്തന സമയം വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ ചെയ്തതോടെ പല മൊത്ത വ്യാപാര സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. സാധനങ്ങൾ വാങ്ങാൻ ഹോട്ടലുകാർ എത്താത്തതാണ് പ്രശ്നം. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ ചാലക്കമ്പോളം. നാളുകൾക്ക് ശേഷമാണ് കമ്പോളത്തിലെ ചിലയിടങ്ങൾ സ്തംഭിച്ചു പോകുന്നത്. വ്യാപാരികൾ തന്നെ അത് വിശദീകരിക്കും. വളരെ കുറവ് ആളെ ഇല്ല. അല്ല ചെറിയ കാര്യങ്ങൾ അവരെ പറഞ്ഞ് കേസില്ലാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. രണ്ടു തൊട്ട് വലിയ പുറത്തൊന്നും പ്ലാക്കിലും കിട്ടൂല, ഒന്നും കിട്ടുന്നില്ല. എടുത്ത സ്റ്റോക്കൊക്കെ അധികം വിറ്റ് പോയിട്ടില്ല. എവിടെ പോകാനില്ല. അങ്ങനെ നിൽക്കുന്നു. കച്ചവടമില്ല. ഒരു കച്ചവടവും ഇല്ല എന്ന് തന്നെ പറയാം. വളരെ മോശമായ സാഹചര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാല കമ്പോളത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള കമ്പോളം എന്തായിരിക്കും? എപ്പോഴും തിരക്കുള്ളൊരു വാണിജ്യ മേഖലയാണ് ചാല. ഈ ഹോട്ടലുകൾ അടച്ചതോടുകൂടി നമ്മുടെ മുഴുവൻ ബിസിനസ്സും നിലച്ച മട്ട് തന്നെയാണ്. എന്തടുത്തത് ചെയ്യും, ഇനി എപ്പോഴാണ് ഈ ഹോട്ടലുകൾ തുറക്കപ്പെടുന്നതെന്ന് പോലും നമുക്കൊരു ഐഡിയ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലോട്ടാണ് പോയിക്കൊണ്ട്. കേരളത്തിലെ പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ സുരേഷ് ഗോപി മുൻകൈ എടുക്കണമെന്ന് മന്ത്രി GR അനിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിനെ താൻ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മന്ത്രി 2 തവണ വിളിച്ചിട്ടും നേരിട്ട് കിട്ടിയില്ലെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. ഇല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അനുകൂലമായ യാതൊരു നിലപാടും അവരറിയിച്ചിട്ടില്ല. ഹോട്ടലുകൾ അല്ലെങ്കിൽ ക്യാൻറ്റീനുകൾ അത് അടയ്ക്കുന്നതല്ല. ജനജീവിതം ആകെ സ്തംഭനാവസ്ഥയിലേക്ക് മാറേണ്ടുന്ന ഒരവസ്ഥ വന്നുവിടാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ഏറ്റവും അധികം കൺസ്യൂമേഴ്സുള്ള ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് ഈ നിയന്ത്രണങ്ങളിൽ ചില ഇളവ് വരുത്തി ഗാർഹിക ഉപയോഗം മാത്രമല്ല അല്ലാത്ത മേഖലയ്ക്കും ആവശ്യമായ പരിഗണന നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് കമ്പനികൾക്ക് നിർദ്ദേശം കൊടുക്കണം. പരിഹാരം കാണാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രി മലയാളിയാണ്, കേരളത്തുകാരനാണ്. ശ്രീ സുരേഷ് ഗോപി മുൻകൈ എടുക്കാൻ തയ്യാറാകണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വിളിച്ചു, അത് 2 തവണ വിളിച്ചെങ്കിലും കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്.